പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പി ആട്ടോ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ബ്രെഡ്, പാല്, കുറച്ച് 2 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ, 2 സ്പൂണ് ഫ്രഷ് ക്രീമും കൂടെ ആവശ്യമാണ് ഇതിന്. ഇതാവട്ടെ എല്ലാവരുടെയും സ്പെഷ്യൽ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ ടേസ്റ്റിനാണെങ്കിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. എങ്ങനെയാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 2 ടീസ്പൂണോളം ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നു. ദെൻ കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു 100 ml കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു ചെറിയൊരു 1/2 സ്പൂണോളം വാനില എസെൻസ്. അത് ഇതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നല്ലൊരു മോഡേൺ ആർട്ട് പോലെ ഉണ്ടല്ലേ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കുമല്ലോ, ഒരു 2 hours ഒന്ന് തണുപ്പിച്ചിട്ട് ഒന്ന് കട്ടിയാക്കി എടുക്കണേ നമുക്ക്. അതിനൊക്കെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കുകയാണ്. അത് അവിടുന്ന് തണുക്കുന്ന സമയം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാനൊരു സോസ് പാൻ എടുത്ത് അതിലേക്കൊരു 500 ml പാൽ ഒഴിച്ച് കൊടുക്കാമെന്ന്. നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ 1 ലിറ്റർ 2 ലിറ്റർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 500 ml ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചെറിയ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് ഈ തണുത്ത പാല് യൂസ് ചെയ്തുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. ഈ മിക്സറിലേക്ക് നമ്മൾ ഈ പാലിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. 2 സ്പൂണോ അതല്ലെങ്കിൽ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യാം. കുറച്ചും കൂടെ മധുരവും വരും, കുറച്ചുകൂടെ ടേസ്റ്റും വരുന്നതാണല്ലോ. ഞാൻ ലാസ്റ്റ് ചൂടാക്കുന്ന സമയത്ത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കസ്റ്റാർഡ് നമ്മൾ ലയിപ്പിച്ച് വെച്ച ഈ കസ്റ്റാർഡ് പാലിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഓവറായിട്ട് ബോയിൽ ചെയ്യൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് ചൂടായിട്ട് ഒരു പുക വരുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് അധികം അടിയിൽ പിടിച്ചു പോകാനൊന്നും പാടില്ല കേട്ടോ. നമുക്കറിയാവുന്നതല്ലേ, ഇത് അടി പിടിച്ച് പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും ടേസ്റ്റും വ്യത്യാസം വരില്ല. ഇത് കുറച്ചൊന്ന് ചൂടായതിന് ശേഷം ഞാൻ ഒരു സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. ഒരു ടേസ്റ്റ് കൂടി കിട്ടും. മധുരം നോക്കിയിട്ട് വേണം ചെയ്യാൻ. കൂടുതലായിട്ട് ഷുഗർ ആഡ് ചെയ്തവർ ഇങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ, അടിയിൽ പിടിക്കാതെ. ഞാൻ ഈ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാട്ടോ ഇത് ചെയ്തത്. അതല്ലാതെ ഈസി കുക്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യം പോയി തന്നെ, ടേസ്റ്റൊക്കെ മാറിയില്ലേ. അടുത്തായിട്ട് ഒരു 10 പീസോളം ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക ചെയ്യുന്നത്. ഞാനെടുത്ത ഈ ബൗൾ കുറച്ചൊരു വലുതായതുകൊണ്ട് ഈ 12 പീസോളം എനിക്ക് യൂസ് ആയിട്ടോ. അപ്പോൾ ഇതിന് ഈ ഒരു ബൗൾ എടുത്ത് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്ന ഏത് ബൗളാണോ ആ ബൗളിലേക്ക് ഒരു ഫസ്റ്റ് ലെയറായിട്ട് ഈ ബ്രെഡിനെ നല്ലപോലെ അറേഞ്ച് ചെയ്യുക, വിത്തൗട്ട് എനി സ്പേസ്. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കസ്റ്റാർഡിൻ്റെ മിക്സർ ഉണ്ടല്ലോ, ചൂടോടെ കൂടി തന്നെ ഈ ബ്രെഡിൽ നല്ല പോലെ അങ്ങ് യോജിപ്പിക്കുക കേട്ടോ. ഈ ബ്രെഡൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ഈ ചൂടിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. ബ്രെഡൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ, എന്നെങ്കിൽ ഇതിൻ്റെ കസ്റ്റാർഡിൻ്റെ ടേസ്റ്റും അതേപോലെ ഈ പുഡിംഗായിട്ടൊക്കെ നമുക്ക് നല്ല പോലെ ടേസ്റ്റ് വരുള്ളൂ. ദെൻ മൂന്നാമത്തെ ലെയറായിട്ട് നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കി വെച്ച ഈ കിഷ്തയുടെ ഫ്രഷ് ക്രീമിൻ്റെ ഈ സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ മിക്സർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതും പിന്നെ മൂന്നാമത്തെ ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇഷ്ടത്തിന് കുറച്ച് നട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ആസ് പെർ യുവർ ടേസ്റ്റാണ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഏത് നട്ട്സോ എന്താണോ ഉള്ളത് അതൊക്കെ ആഡ് ചെയ്ത് ഡെക്കറേഷൻ നിങ്ങളുടെ മൈൻഡിനനുസരിച്ചിരിക്കും. ദെൻ അടുത്തതായിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് റിപ്പീറ്റ് ചെയ്യുകയാണ്. ബ്രെഡിനെ വെച്ച് കൊടുക്കുന്നു. ഈ ബ്രെഡിനെ വിത്തൗട്ട് എനി ഗ്യാപ്പിലാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ കസ്റ്റാർഡ് മിക്സർ ആഡ് ചെയ്യുന്നു. ഫൈനലി ആയിട്ട് നമ്മളെ കിഷ്തയുടെ മിക്സർ ആഡ് ചെയ്തിട്ട്, ഫ്രഷ് ക്രീമിൻ്റെ മിക്സറും ആഡ് ചെയ്തുകൊണ്ട്
എല്ലാ ലെയറും ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ വെച്ചിട്ട് യെല്ലോ വൈറ്റ് ഉള്ള ഒരു ഇതിൽ കൊടുക്കാമെന്ന് കേട്ടോ. അതിന് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കംപ്ലീറ്റ്ലി ഫില്ലാക്കണമെന്നില്ല. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള നട്ട്സൊക്കെ നല്ലപോലെ ആഡ് ചെയ്യുക. പിന്നെ ഞാനിത് ആഡ് ചെയ്യുന്നത് ഈ അണ്ടിക്കണ്ണ് എന്ന് പറയും, നമുക്ക് വാങ്ങാൻ കിട്ടും. അധികം പൈസയൊന്നും ഇല്ലാത്തൊരു ഇതാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അണ്ടിക്കണ്ണ്. ഇത് നമ്മൾ പുഡിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ, അതിനെ ഒന്ന് മുകളിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഭംഗി വരും കേട്ടോ. ഫൈനലി ഞാൻ എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞു. ഇങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു 6 മണിക്കൂറോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാലും മതി. ഓവറായിട്ട് തണുത്ത് അങ്ങനെ ഉറച്ച് വരണം ആവശ്യമില്ല. ഒരു ഫ്ലോയി ആയിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റും അതൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, ബ്രെഡ് പുഡിംഗ് അല്ലേ, ബ്രെഡിൻ്റെ ചൊവ്വ വരുമോ എന്നൊക്കെയുള്ളത്. പക്ഷേ പേടിക്കേ വേണ്ട, ബ്രെഡാണെന്ന് തോന്നുന്നില്ല. ഇത് തണുത്ത് കഴിഞ്ഞ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ടെക്സ്ചറിലാണ്, നമ്മൾ അടിപൊളി ഒരു പുഡിംഗ് ആയിട്ടാട്ടോ നമുക്ക് കിട്ടാൻ. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഇതിന് പാർട്ടിക്ക് അതേപോലെ തക്കാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഈ പുഡിംഗ് ആയിക്കോട്ടെ, അടിപൊളി ഒരു പുഡിംഗ് തന്നെ. Thank you for watching. Okay, bye bye.